Hello all. So today we are going to discuss about the operation, opening and closing of different types of bank accounts ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് പറഞ്ഞത്. അത് രണ്ട് ടൈപ്പായിട്ടാണ് നമ്മൾ പറയുക. ഒന്ന് ഇൻഡിവിജ്വലും പിന്നെ ജോയിൻ്റ് അക്കൗണ്ട്സും. അതിലിപ്പോൾ ഇൻഡിവിജ്വൽസിൽ തന്നെ നമ്മൾ മൈനേഴ്സ്, ലുനാറ്റിക്സ്, ഡ്രങ്കാർഡ്സ്, ഇൻസോൾവൻസ്, അതുപോലെ മാരിഡ് വുമൻ, പെർദനഷൻ വുമൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ നോക്കി. അതുപോലെ പാർട്ട്ണർഷിപ്പ്, കമ്പനി, ക്ലബ്സ്, നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പോർഷൻ ഓഫ് പീപ്പിൾ നമ്മൾ നോക്കി. സോ ഇത്തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ വരുമ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സും അതിൻ്റെ റെഗുലേഷൻസും കാര്യങ്ങളും എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ഓരോ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പം നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് മൈനർ ആയിരുന്നു. സോ മൈനർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അത് ഓപ്പറേറ്റ് ചെയ്യാനുമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ബാങ്കർ ക്യാൻ ഓപ്പൺ എ സേവിങ്സ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി അഡ്വൈസബിൾ ടു ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട് ഓഫ് എ നെയിം മൈനർ since in case of an overdraft the minor does not have any liability. The savings account may be opened in any of the following ways. അതായത് മൈനറിൻ്റെ കാര്യത്തിൽ ആൾക്ക് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. മൈനർ നമുക്കറിയാം 18 ഏജ് അറ്റൈൻ ചെയ്യാത്ത ആളെയാണ് നമ്മൾ മൈനർ നമ്മുടെ ഇന്ത്യൻ ആക്ട് പ്രകാരം നമ്മൾ പറയുന്നത്. സോ 18 ഏജ് വരാത്ത അറ്റൈൻ ചെയ്യാത്ത മൈനറിന് നമ്മൾ സേവിങ്സ് അക്കൗണ്ട് ഒരു ബാങ്കറിന് ഓപ്പൺ ചെയ്യാം. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം കറണ്ട് അക്കൗണ്ടിൽ വല്ല ഓവർ ഡ്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് നമ്മളത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ മൈനർ ലയബിൾ ആയിരിക്കില്ല. എന്തെങ്കിലും റീപേയ്മെൻറ്റ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ മൈനർ അത് തിരിച്ചടയ്ക്കാൻ ലയബിൾ ആയിരിക്കില്ല. സോ ദാറ്റ് മൈനറിൻ്റെ പേരിൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ എ മൈനർ ക്യാൻ ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് ഓർ എ ബാങ്ക് ക്യാൻ ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് മൈനർ. ഇനി ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബാങ്കർ ശ്രദ്ധിക്കേണ്ടത് ഒരു മൈനറിൻ്റെ പേരിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്നുള്ളത് നമുക്ക് നോക്കാം. First thing, in the name of the minor himself, he has to attain at the age of 10 years and can sign uniformly. അതായത് മൈനർ എന്ന് പറഞ്ഞാലും 10 വയസ്സ് അറ്റൈൻ ചെയ്തിട്ടുള്ള ആളായിരിക്കണം. 18 വയസ്സില്ലെങ്കിലും 10 വയസ്സ് അറ്റൈൻ ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ആളുടെ പേരിലാണ് നമുക്കൊരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ in the joint names of minor and his or her guardian, അതായത് ജോയിൻറ്റ് നെയിംസ് മൈനർ പ്ലസ് ആളുടെ ഗാർഡിയൻ, ഫാദറോ മദറോ ആരാണോ ഗാർഡിയൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആളുടെ പേരിൽ മൈനർ പ്ലസ് ഒരു ജോയിൻറ്റ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ദെൻ ഇൻ ദ നെയിം ഓഫ് ഗാർഡിയൻ ലൈക്ക് ആസ് എക്സ് നാച്ചുറൽ ഗാർഡിയൻ ഓഫ് വൈ. ഈ എക്സ് നാച്ചുറൽ ഗാർഡിയൻ ഓഫ് വൈ എന്ന് പറയുന്നതൊക്കെ ഈ കോൺട്രാക്ട് ആക്റ്റിലൊക്കെ വരുന്ന ടേംസ് ആണ്. സോ നമുക്ക് ആളുടെ ഗാർഡിയൻ്റെ നെയിമിലും കൂടി ഓപ്പൺ ചെയ്യാം എന്നാണ് പറയുന്നത്. പിന്നെ ഇനി അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ മൈനറിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ബാങ്കറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന പ്രിക്കോഷൻസ്. ഫസ്റ്റ് തിങ്, ദ ബാങ്കർ ഷുഡ് റെക്കോർഡ് ദ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദ മൈനർ പ്രോപ്പർലി. മൈനറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ് പോയിന്റോടെ പറയുന്നത് ദ ഗാർഡിയൻ ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഓപ്പറേറ്റ് ദി അക്കൗണ്ട് ആഫ്റ്റർ അറ്റൈനിങ് എ മെച്യൂരിറ്റി ഓർ ആഫ്റ്റർ ദി മൈനേഴ്സ് ഡെത്ത്. ഈ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഗാർഡിയൻ നമ്മളെ അലൗ ചെയ്യാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ മെജോറിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ മൈനർ പെട്ടെന്ന് ഡെത്ത് ആവുക അല്ലെങ്കിൽ മൈനർ ഡൈ ചെയ്തതിന് ശേഷമോ മാത്രമേ ഗാർഡിയൻ ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു മൈനറായിട്ടിരിക്കുന്ന ആൾ ജീവിച്ചിരിക്കുമ്പോഴോ അയാൾ മൈനറായിട്ടിരിക്കുന്ന അത്രയും കാലത്തിലോ ആ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം നമ്മൾ ഗാർഡിയന് കൊടുക്കാൻ പാടില്ല. ആൾക്ക് 18 വയസ്സ് അറ്റൈൻ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ആൾ മരിച്ചാലോ മാത്രമേ ആ ഒരു ഗാർഡിയന് ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കാനായിട്ട് പാടുള്ളൂ ബാങ്ക്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻ കേസ് ദ ഗാർഡിയൻ ഡൈസ് ബിഫോർ ദി മൈനർ അറ്റൈൻസ് having a joint account or to be operated by the guardian only, the money should be paid by the bank to the minor on attaining majority or to some person appointed by the court as his guardian. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർ അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ ഗാർഡിയൻ മരിച്ചു പോവുകയാണെങ്കിൽ, അതായത് മൈനർ ഒരു 18 വയസ്സെത്തുന്നതിന് മുന്നേ ഗാർഡിയൻ മരിച്ചു പോവുകയാണ് പ്ലസ് അതൊരു ജോയിൻ്റ് അക്കൗണ്ടും കൂടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലുള്ള മണി അത്
മെജോറിറ്റി കിട്ടിയതിന് ശേഷമേ മൈനറിന് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഗാർഡിയനായിട്ട് കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾ ആരാണോ അയാൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ മൈനറായിരിക്കുന്ന സമയത്ത് ജോയിൻ്റ് അക്കൗണ്ടിലെ എമൗണ്ട് ആ മൈനറിൻ്റെ പേരിൽ കൊടുക്കാൻ പാടില്ല. അതായത് ഒന്നുകൂടെ പറയാണ്, മൈനറും ആളുടെ ഗാർഡിയനും കൂടി ഒരുമിച്ച് ഒരു ജോയിൻ്റ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൈനർ 18 വയസ്സാകുന്നതിന് മുന്നേ ആ ഗാർഡിയൻ മരിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് രണ്ടാൾക്കും അവകാശപ്പെട്ട ആ ബാങ്കിലെ അക്കൗണ്ടിലെ മണി മൈനർക്ക് മാത്രമായിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. മെജോറിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം ആ മൈനറായിട്ട് ഉള്ള ആ കുട്ടിക്ക് വേണമെങ്കിൽ കൊടുക്കാം. ആൾ മെജോറിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം ആൾക്ക് 18 വയസ്സാകുമ്പോൾ വേണമെങ്കിൽ ആൾക്ക് ആ മണി കൊടുക്കാം. അല്ലെങ്കിൽ കോർട്ട് ആരെയാണോ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ആൾക്ക് ഗാർഡിയനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ആൾക്കും കൊടുക്കാം. അല്ലാതെ ഇത് രണ്ടും അല്ലാത്തൊരു സമയത്ത് വെച്ചിട്ട് മൈനറായിട്ടിരിക്കുന്ന നേരത്തെ തന്നെ ആ അക്കൗണ്ടിലെ മണി മൈനർക്ക് കൊടുക്കാനായിട്ട് പാടില്ല എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. ഓക്കെ. Then, if the minor dies, the amount of his or her credit balance is to be paid to his or her next kin on the production of the succession letter or a letter of administration. ഇനി മൈനറാണ് മരിച്ചു പോയതെന്ന് വിചാരിക്കാം. അതായത് ആൾക്ക് മെജോറിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ മൈനറാണ് മരിച്ചു പോയത് എന്നുണ്ടെങ്കിൽ ആളുടെ ഫോളോവറായിട്ട്, അതായത് അതിന് ശേഷം വരുന്നത് ആരാണോ സക്സസറായിട്ട് വരുന്നത് ആരാണോ ആൾക്ക് കൊടുക്കാം. ഒരു സക്സഷൻ ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ബാങ്കിൻ്റെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് കൊടുക്കാം. അല്ലാതെ വേറെ ആർക്കും ആ ഒരു ക്രെഡിറ്റ് ബാലൻസ് നമുക്ക് കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇപ്പോൾ നമ്മൾ ലുനാറ്റിക് പേഴ്സൺ ആണ്. നേരത്തെ നമ്മൾ മൈനർ ആയിട്ടുള്ള ഒരാൾക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണതെങ്കിൽ, ഓപ്പറേറ്റ് ചെയ്യണതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് മൈനറിന് അപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ് നേരത്തെ 2 സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സ്ലൈഡിൽ നമ്മൾ ലുനാറ്റിക് പേഴ്സൺ, അതായത് ഒരു മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉള്ള ഇൻസൈൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരാളാണെങ്കിൽ എങ്ങനെയായിരിക്കും ആൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. As per Section 12 of the Contract Act 1872, persons of unsound mind are disqualified from entering into a valid contract, although he can enter into valid contract during lucid intervals. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ലുനാറ്റിക് പേഴ്സണിന് ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. ദാറ്റ് മീൻസ് അവരൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് നോ ബാങ്കർ നോയിങ്ലി ഓപ്പൺസ് എൻ അക്കൗണ്ട് ഇൻ എ ലുനാറ്റിക്സ് നെയിം. അതായത് ഒരു ലുനാറ്റിക് പേഴ്സൻ്റെ നെയിമിൽ ഒരു ബാങ്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടൈമിൽ പെട്ടെന്ന് ആൾ ഇൻസൈനായി പോവുകയാണെന്നുണ്ടെങ്കിൽ ദ ബാങ്കർ മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ദി ഓപ്പറേഷൻ ഓഫ് ദി അക്കൗണ്ട് ടിൽ ഇറ്റ് റിസീവ്സ് എ പ്രൂഫ് ഓഫ് ഹിസ് ഓർ ഹെർ സാനിറ്റി ഓർ ഗെറ്റ്സ് എൻ ഓർഡർ ഓഫ് ദി കോർട്ട് ടു ദി എഫക്റ്റ്. അതായത് ഇപ്പോൾ ബാങ്ക് ഒരിക്കലും ഒരു ലുനാറ്റിക് പേഴ്സൻ്റെ നെയിമിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ ആൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആയിട്ടിരിക്കുന്ന നേരത്താണ് ആൾക്ക് പെട്ടെന്ന് ഒരു മെൻ്റൽ ഡിസബിലിറ്റി വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് പെട്ടെന്ന് തന്നെ ആ അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻസ് ബാങ്ക് സ്റ്റോപ്പ് ചെയ്യണം. അണ്ടിൽ എപ്പോൾ വരെ, ഒന്നുകിൽ ആളുടെ ഡിസോർഡറൊക്കെ മാറി ആളിപ്പം ബാക്ക് ടു നോർമൽ ആണ് എന്ന് പറയുന്ന ഒരു പ്രൂഫ് കിട്ടുന്നത് വരേക്കോ, അല്ലെങ്കിൽ കോർട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഓർഡർ ഇറക്കുന്നത് വരേക്കോ അക്കൗണ്ടിലത്തെ ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബാങ്ക് സ്റ്റോപ്പ് ചെയ്യണം. ഇൻ കേസ് എക്സിസ്റ്റിംഗ് കസ്റ്റമറാണ് ഇൻസെയിൻ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ. അല്ല ആൾ ഓൾറെഡി ഇൻസെയിൻ ആയിട്ടാണ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആളുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. കിട്ടിയെന്ന് വിചാരിക്കണം. ഒന്നുകൂടെ പറയാണ്, ഓൾറെഡി ലുനാറ്റിക് ആയിട്ടുള്ള ഒരാളുടെ നെയിമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആയിട്ടിരിക്കുന്ന നേരത്താണ് അയാൾ ഇൻസൈൻ ആയി പോയത് എന്നുണ്ടെങ്കിൽ ബാങ്കറിന് ആളുടെ അതായത് മെൻ്റൽ ഡിസോർഡറൊക്കെ മാറി എന്നുള്ള ഒരു പ്രൂഫ് കിട്ടുന്നത് വരേക്കോ, അല്ലെങ്കിൽ കോർട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഓർഡർ ഇറക്കുന്നത് വരേക്കോ ആ അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അക്കൗണ്ടിൽ എല്ലാ ഓപ്പറേഷൻസും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തിവെക്കണമെന്നാണ് സെക്കൻഡ് പോയിന്റ് നമ്മളോട് പറയുന്നത്. Third point, however, the banker will not be responsible if it honors a check or bill duly drawn, accepted or endorsed by the lunatic unless it is proved that the bank knew his or her lunacy at the time of honoring or discounting. Usually, the court appoints a receiver when a customer becomes insane and the banker can safely deal with that receiver.
അതായത് ഇപ്പോൾ ആൾ ഇൻസൈൻ ആയിട്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ചെക്ക് ഓണർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകയോ അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ബാങ്ക് റെസ്പോൺസിബിൾ ആയിരിക്കില്ല. കാരണം ബാങ്കിന് അറിയാത്ത നേരത്ത് ആണ് പെട്ടെന്ന് ആളുടെ ഒരു ലുനാറ്റിക് അവസ്ഥേനെ പറ്റി ബാങ്ക് അറിയാതെയാണ് ആൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ചെക്ക് ഓണർ ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾ പറഞ്ഞിട്ടുള്ള ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ബാങ്കറിനെ നമുക്ക് റെസ്പോൺസിബിൾ ആക്കാനോ ലയബിൾ ആക്കാനോ പറ്റില്ല എന്നുള്ളതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. അതായത് ഈ ലുനാറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ഇങ്ങനെ ഒരു മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് ആയിട്ടുള്ള ഒരു മൈൻഡിൻ്റെ ഒരു പ്രോബ്ലം എനിക്കുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാതെയാണ് ഒരു ലൂസിഡ് ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു ടൈമിലാണ് പെട്ടെന്ന് ആൾ കയറിയിട്ട് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുകയോ അത് ബാങ്ക് ഓണർ ചെയ്യുകയോ ആക്സെപ്റ്റ് ചെയ്യുകയോ എൻഡോസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ബാങ്കറിനെ റെസ്പോൺസിബിൾ ആക്കാൻ നമുക്ക് പറ്റില്ല. ആൻഡ് usually the court appoints a receiver when a customer becomes insane and the banker can safely deal with that receiver. Then next point, illiterate person. Illiterate person ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. An illiterate person can open an account with the bank subject to the following conditions. ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ബാങ്കിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ താഴെ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ, thumb impression should be obtained on the AOF and SS card in presence of an authorized official. അതായത് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിലും സോഷ്യൽ സെക്യൂരിറ്റി കാർഡിലും ഒരു ഓതറൈസ്ഡ് ഒഫീഷ്യലിൻ്റെ പ്രസൻസിൽ തമ്പ് ഇംപ്രഷൻ ആൾ കൊടുത്തിട്ടുണ്ടാവണം ഈ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള പേഴ്സൺ. കാരണം ആൾക്ക് ഒപ്പിടാനായിട്ട് പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ. അപ്പോൾ തമ്പ് ഇംപ്രഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇലിറ്ററേറ്റ് ആയിട്ടുള്ള പേഴ്സൺ തമ്പ് ഇംപ്രഷൻ വേണം കൊടുക്കാനായിട്ട്. AOF-ലും SS കാർഡിലും അതൊരു ഓതറൈസ്ഡ് ബാങ്കിൻ്റെ തന്നെ ഒരു ഓതറൈസ്ഡ് ഒഫീഷ്യലിൻ്റെ പ്രസൻസിൽ വേണം അത് ചെയ്യാനായിട്ട്. ദെൻ 2 attested copies of recent photographs should be obtained and attained with AOF and SS card. Attached with AOF and SS card. റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ആ ഒരു AOF-ലും SS കാർഡിലും അറ്റാച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കണം. ദെൻ 1 or 2 identification marks should be noted on the AOF and SS card with the proper authentication. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 1-2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ആ AOF-ലും SS കാർഡിലും പ്രോപ്പർ ഓതൻറ്റിക്കേഷനിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ആ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഫൈനലി എ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഷാൽ ബി ഒബ്റ്റെയിൻ from him to the effect that he will not operate on the account unless he personally comes to the bank and put his thumb impression on the check in the presence of bank manager and officer in charge. ഞാൻ നേരിട്ട് വരാതെ ഒരിക്കലും ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യില്ല. അതുപോലെ എൻ്റെ തമ്പ് ഇംപ്രഷൻ ഒരു ചെക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും എന്നുള്ളത് ആ ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ഒരു ഉറപ്പ് ബാങ്കിന് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അവിടെ പറയുന്നത് letter of undertaking shall be obtained from him to the effect that he will not operate on the account unless he personally comes to the bank. ആൾ പേഴ്സണലായിട്ട് ബാങ്കിൽ വരാതെ ആ അക്കൗണ്ടിൽ ഓരോ ഓപ്പറേഷൻസും ആൾ ചെയ്യില്ല. അതുപോലെ put his thumb impression on the check in the presence of bank manager or officer in charge. ഓഫീസർ അവിടെ ഇരിക്കുന്ന ഓഫീസർ ആരാണോ അല്ലെങ്കിൽ ബാങ്ക് മാനേജറിൻ്റെ പ്രസൻസിലായിരിക്കും ആ ഒരു തമ്പ് ഇംപ്രഷൻ ഈ ലിറ്ററേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ചെക്കിൽ ഇടുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ്, ആ ഒരു ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് നമ്മൾ ബാങ്കർ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയായിരിക്കും ഒരു ഇല്ലിറ്ററേറ്റ് പേഴ്സണിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ ഇനി മാരിഡ് വുമൻ ആണെങ്കിൽ there is no bar and a banker may open even a current account in the name of the married woman. മാരിഡ് വുമണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പ്രോബ്ലം ഒന്നുമില്ല. വേണമെങ്കിൽ കറണ്ട് അക്കൗണ്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് allowing any overdraft in such account, banker must ensure whether she has any separate estate or property in her own name. അതായത് ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കേസിൽ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് അലൗ ചെയ്യേണ്ടി വന്നു, അതായത് അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നതിനാണല്ലോ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം, നമ്മൾ ബാങ്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എങ്ങാനും കൊടുക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ ബാങ്കർ ശ്രദ്ധിക്കണം. അതായത് ആ ഒരു മാരിഡ് വുമണ് ആ മാരിഡ് വുമണിൻ്റെ പേരിൽ സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടിയോ എസ്റ്റേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു അസറ്റ് ആളുടെ പേരിലുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ഓവർ ഡ്രാഫ്റ്റ് അലൗ ചെയ്യാനായിട്ട്. And the woman's husband cannot be made liable for any debt incurred by her
അപ്പോൾ ആ ഒരു വുമൻ ആളുടെ മാരിഡ് വുമൺ ആകുമ്പോൾ ആളുടെ ഹസ്ബൻഡ്, ആ മാരിഡ് വുമൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി, എന്തെങ്കിലും റീപേയ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായെന്നുണ്ടെങ്കിൽ ആളുടെ ഹസ്ബൻഡിനെ നമുക്ക് ലയബിൾ ആക്കാൻ പറ്റില്ല. അൺലെസ് എങ്ങനെയൊക്കെയാണെങ്കിൽ ഷീ ആക്ട് ആസ് എൻ ഏജൻറ്റ് ഓഫ് ഹെർ ഹസ്ബൻഡ്, ഹസ്ബൻഡിൻ്റെ ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടി പേഴ്സണൽ ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളതായിട്ടോ, അല്ലെങ്കിൽ ഫോർ പർച്ചേസിങ് സം ആർട്ടിക്കിൾസ് ഫോർ ഹെർ നെസസിറ്റീസ് വിത്ത് ഹസ്ബൻഡ് ഹാസ് നോട്ട് പ്രൊവൈഡഡ് ടു ഹെർ, ഹസ്ബൻഡ് കൊടുക്കാത്ത എന്തെങ്കിലും ഒരു നെസസിറ്റി വാങ്ങാനായിട്ട് വേണ്ടിയിട്ടാണ് ആ ഡെപ്റ്റ് എടുത്തത് എന്നുണ്ടെങ്കിൽ, ഈ 3 കേസസ് അല്ലാതെ, ഈ 3 കേസസ് ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ നമുക്ക് ലയബിൾ ആക്കാം. അൺലെസ് ഈ 3 കേസസ് അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ആളുടെ ഹസ്ബൻഡിനെ നമുക്ക് ലയബിൾ ആക്കാൻ പറ്റില്ല. റീപേയ്മെൻറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഹസ്ബൻഡ് ലയബിൾ ആയിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് മാരിഡ് വുമൻ്റെ കേസ്. നെക്സ്റ്റ് പോയിന്റ്, പെർദനേഷൻ വുമൻ. Since the identity of a perthanational lady is not possible, bank may open such account after being sure about her identity and observing certain formalities. അതായത് ഒരു പെർദനേഷൻ വുമനെ അല്ലെങ്കിൽ ഒരു ലേഡീനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി എന്തെങ്കിലും ഒരു അവസരത്തിൽ ബാങ്കിന് അങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാങ്ക് ആളുടെ ഐഡൻറ്റിറ്റീനെ സംബന്ധിക്കുന്ന, ആ പെർദനേഷൻ വുമൻ്റെ ഐഡൻറ്റിറ്റീനെ സംബന്ധിക്കുന്ന certain ഫോർമാലിറ്റീസ് ഒക്കെ നോക്കണം. ഇനിയിപ്പോൾ അതൊക്കെ നോക്കിയാൽ പോലും ഇറ്റ്സ് നോട്ട് ഓൾവേസ് അഡ്വൈസബിൾ ടു entertain such request to open account in the name of a perthanational lady. A contract with perthanational lady is presumed to have been induced by undue influence, and therefore a banker has to be extra cautious while dealing with her. അതായത് ഇപ്പോൾ എന്തൊക്കെ ഐഡൻറ്റിറ്റി ഒക്കെ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പെർദനേഷൻ ലേഡിയോട് അല്ലെങ്കിൽ ഒരു ലേഡിക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. ഈവൺ ഇഫ് ആളുടെ ഐഡൻറ്റിറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ച് നോക്കിയെന്നുണ്ടെങ്കിൽ പോലും അതത്ര അഡ്വൈസബിൾ അല്ല എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. Then next നമ്മൾ സംസാരിക്കുന്നത് ജോയിൻ്റ് അക്കൗണ്ട്സ്. A joint account is an account opened by 2 or more persons. നമുക്കറിയാം. The account opening form should be signed by all the joint account holders. AOF account opening form എല്ലാ joint holders-ഉം സൈൻ ചെയ്തിട്ടുണ്ടാവണം. And the name, address and other details of all of them should also be obtained on the account opening form. ആ എല്ലാ ജോയിൻറ്റ് ഹോൾഡേഴ്സിൻ്റെയും നെയിമും അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസും ആ ഒരു AOF എന്ന് പറയുന്ന ഫോമിൽ ഉണ്ടാവണം. The account holders should also indicate how the account is to be operated. The banker should obtain specific directions as to one or more of them will operate on the account. എങ്ങനെയൊക്കെയാണ് ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ജോയിൻറ്റ് ഹോൾഡേഴ്സ് ഓപ്പറേറ്റ് ചെയ്യും, എങ്ങനെയായിരിക്കും അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ എന്നുള്ളത് ബാങ്കർ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ആൻഡ് അതിൽ പറയുന്നത് അത് എന്താണെന്നാണ് പറയുന്നുള്ളൂ. ഇനി നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. Account should be opened in the name of the proprietorship firm and to be operated by the proprietor concerned or by any other person as per mandate in absence of the proprietor. Proprietor എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ആ ഒരു സംരംഭം തുടങ്ങിയ ആൾ, ആ ഒരു ഫേം ഓപ്പൺ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആളുടെ നെയിമിൽ, പ്രൊപ്രൈറ്ററിൻ്റെ നെയിമിലായിരിക്കണം അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഇനി പ്രൊപ്രൈറ്റർ ഇല്ല, ആളുടെ ആബ്സെൻസിലാണെന്നുണ്ടെങ്കിൽ ഏത് പേഴ്സൺ ആണോ മാൻഡേറ്റ്, അതായത് ഒരു യോഗ്യതയുള്ളത് ആളുടെ പേരിലായിരിക്കണം ആ ഒരു ഫേം പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങാനായിട്ട്, പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ പേരിലുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. In case of the death of the proprietor, the balance of the amount be payable to the nominee, and in the absence of the nominee, to the successor on the production of succession certificate. അപ്പോൾ ഈ പ്രൊപ്രൈറ്ററിൻ്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള ആ അക്കൗണ്ടാണ്. പ്രൊപ്രൈറ്റർ പെട്ടെന്ന് മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ അക്കൗണ്ടിലെ ബാലൻസ് ആളുടെ നോമിനി ആരാണോ ആൾക്കാണ് കൊടുക്കേണ്ടത്. ഇനി നോമിനി ആൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സക്സഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സക്സസർ ആരാണോ ആൾക്കായിരിക്കും ആ ഒരു അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ കൊടുക്കുക. Then third point, while opening on the account, the owner of sole proprietorship concern is required to produce the following documents. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു ബിസിനസ്, ഒരു ഓൺട്രപ്രണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നതിനെയാണ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊപ്രൈറ്റർ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ട്രേഡ് ലൈസൻസ് ആൾ പ്രൊഡ്യൂസ് ചെയ്യണം ബാങ്കിന്, ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, then photograph, transaction profile. Okay,
ഇത്രയും കാര്യങ്ങളാണ് പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു സോൾ പ്രൊപ്രൈറ്റർ ബാങ്കിൻ്റെ മുന്നിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണ നേരത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേമിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഈസി ആണല്ലോ, കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്, പക്ഷേ ഈസി ആയിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് തിങ്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്. A partnership firm's account cannot be opened in the name of an individual partner. ഒരു ഇൻഡിവിജ്വൽ പാർട്ട്ണറിൻ്റെ നെയിമിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. The banker should get a written request from all the partners for jointly opening an account. ജോയിൻ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരോ പാർട്ട്നേഴ്സായിട്ട് വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഫേമിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പാർട്ട്ണർ, ഒരു ഇൻഡിവിജ്വൽ പാർട്ട്ണറിൻ്റെ പേരിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ട് ആയിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ള റിട്ടൺ റിക്വസ്റ്റ് ബാങ്കിന് കൊടുത്താൽ മാത്രമേ എല്ലാവരുടെ പേരിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. And the banker should go through the partnership deed and carefully study the objects, capital, borrowing power, etc. The banker should see that the firm is a registered one and the business name and address of all the partners. ഇവിടെ പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്ന നേരത്ത്, അത് കമൻസ് ചെയ്യുന്ന നേരത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ്, പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ നമ്മൾ എല്ലാ പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും മറ്റു കാര്യങ്ങളും, അതുപോലെ എത്ര ക്യാപിറ്റലാണ് നമ്മളോട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ഒബ്ജക്ട്സ്, അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും, അത് നമ്മൾ പാർട്ട്ണർഷിപ്പിൽ പഠിക്കേണ്ട ഒരു ഇതാണ്. ആ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡും അതിൽ പറഞ്ഞിട്ടുള്ള ഒബ്ജക്ട്സ്, ക്യാപിറ്റൽ, ബോറോയിങ് പവർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ബാങ്കർ തറോ ആയിട്ട് കെയർഫുൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. And next point, the partner should give clear instruction as to the operation of the accounts of the firm. അപ്പോൾ ഫേമിൻ്റെ അക്കൗണ്ടിനെ പറ്റിയിട്ടുള്ള, അതിൻ്റെ ഓപ്പറേഷനെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാ പാർട്ട്നേഴ്സും ബാങ്കിന് കൊടുത്തിട്ടുണ്ടാവണം. അതല്ലാതെ ഓരോ പാർട്ട്ണർ വന്നിട്ട് അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് പാടില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. Next point, any partner has the right to stop payment of a check issued by any of the partners. അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ചെക്ക് പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ് മറ്റ് പാർട്ട്നേഴ്സിനുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബേസിസിൽ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഞങ്ങളുടെ കൺസെൻറ്റോട് കൂടിയിട്ടല്ല എന്ന് മറ്റ് പാർട്ട്നേഴ്സിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ABC ആണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്ന പാർട്ട്ണറാണ് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ Bക്കും Cക്കും കൂടിയിട്ട് ആ ചെക്കിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം 3 പേരുടെയും പേരിലാണ് അക്കൗണ്ട് കിടക്കുന്നത്, ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. And if there is any dispute among the partners regarding the operation of the account, the operation should be stopped and fresh instructions obtained. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ആ ഒരു അക്കൗണ്ട് ഓപ്പറേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു തർക്കം പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ അക്കൗണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും, ആ അക്കൗണ്ട് ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഒരു ഫ്രഷ് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് വരേക്കും, എല്ലാവരും കൂടി ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് വരേക്കും ആ അക്കൗണ്ട് ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലെവലിലേക്ക് ആക്കും ബാങ്ക്. കാരണം ഒരു ഡിസ്പ്യൂട്ട് വന്നിട്ട് കഴിഞ്ഞു, ആ ഡിസ്പ്യൂട്ട് മാറുന്നത് വരേക്കും ഇനി ഫ്രഷ് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് വരേക്കും ഒരു തരത്തിലുള്ള ഓപ്പറേഷൻസും ആ അക്കൗണ്ടിൽ പോസിബിൾ ആക്കില്ല. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, എ പാർട്ട്ണർ ഹാസ് നോ അതോറിറ്റി ടു ഗിവ് എ ഗ്യാരണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദി ഫേം. ഫേമിൻ്റെ ബേസിസിൽ, ഫേമിൻ്റെ ബിഹാഫിൽ ഒരു ഗ്യാരണ്ടി കൊടുക്കാനുള്ള അതോറിറ്റിയും ഒരു പാർട്ട്ണർക്കും ഇല്ല. കാരണം ഇപ്പോൾ 3 പേരുള്ള പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ആ 3 പേർക്കും ഒരുപോലെ ലയബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബേസിസിൽ അതിൻ്റെ ബിഹാഫിൽ ഒരു ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് ഒരു പാർട്ട്ണറിനെയും സമ്മതിക്കില്ല. ഇത്രയുമാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് കമ്പനി. Company, while opening account of a company, banker should obtain and examine the following documents. കമ്പനിക്കാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോളോയിങ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒരു ബാങ്കർ നന്നായിട്ട് എക്സാമിൻ ചെയ്തിട്ടുണ്ടാവണം. ഫസ്റ്റ് തിങ്,
സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അത് ഇൻകോർപ്പറേറ്റ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന നേരത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡെവലപ്പ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ആണ്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആണ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് കമൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഈ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ മെമ്മോറാൻഡത്തിലാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ക്ലോസ്, അതുപോലെ നെയിം ക്ലോസ്, പ്ലേസ് ക്ലോസ്, ഐ മീൻ പ്ലേസ് മീൻസ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓഫീസ് എവിടെയാണോ അങ്ങനെയുള്ള ഒരുപാട് ക്ലോസസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ഒരുപാട് ടേബിൾ ഫോംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അപ്പോൾ ആ രണ്ട് ഡോക്യുമെൻറ്റ്സും നന്നായിട്ട് നോക്കണം. ദെൻ ലിസ്റ്റ് ആൻഡ് അഡ്രസ് ഓഫ് ഓൾ ഡയറക്ടേഴ്സ്, എത്ര ഡയറക്ടേഴ്സ് ഉണ്ട്, അവരുടെ നെയിം ആൻഡ് അഡ്രസ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം, എക്സാമിൻ ചെയ്യണം. നമ്മൾ മീൻസ് ബാങ്ക്. Then board's resolution to open the account and the names of the person authorized to operate the account. The chairman of the board of directors should sign the resolution. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ വെക്കും, അവിടെ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ജനറൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ബോർഡ് മീറ്റിങ്ങിലാണ് നമ്മൾ പറയുക. അപ്പോൾ ആ ഒരു ബോർഡ്സിൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ബോർഡിൻ്റെ റെസൊല്യൂഷൻ എന്തൊക്കെയാണ്, അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ചെയർമാൻ ആ ഒരു റെസൊല്യൂഷൻ സൈൻ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബാങ്കർ ശ്രദ്ധിക്കണം. അതുപോലെ ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും കൂടി ശ്രദ്ധിക്കണം. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പോൾ തന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ടാവില്ല, പക്ഷേ എന്താ പറയുക, അവരുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഒരു കമ്പനിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് തിങ്, ക്ലബ്സ്, സൊസൈറ്റീസ് എക്സെട്ര, അതായത് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. Bylaws, resolution of the managing committee, registration certificate etc. and other usual formalities. അതായത് അവരുടെ ബൈലോസ് എന്താണ്, അവരുടെ റെസൊല്യൂഷൻ ഓഫ് മാനേജിങ് കമ്മിറ്റി എങ്ങനെയൊക്കെയാണ്, അതുപോലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കമൻസ്മെൻറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അങ്ങനെ മറ്റ് ഫോർമാലിറ്റീസും ഇത്തരം ഡോക്യുമെൻറ്റ്സും മറ്റ് ഫോർമാലിറ്റീസും ഒക്കെ നോക്കിയിട്ട് വേണം ക്ലബ്, സൊസൈറ്റി എന്ന് പറയപ്പെടുന്ന നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദ നെക്സ്റ്റ് തിങ്, സ്കൂൾ, കോളേജ് എക്സെട്ര. സ്കൂളും കോളേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി, റെസൊല്യൂഷൻ ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി ടു ഓപ്പൺ ദി ബാങ്ക് അക്കൗണ്ട് എക്സെട്ര. അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ്, അതായത് അവരുടെ നെയിം, അവരുടെ അഡ്രസ്, അവിടുത്തെ പല എല്ലാ ഡീറ്റെയിൽസുമുള്ള ആ ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് മാനേജിംഗ് കമ്മിറ്റി ആവശ്യമാണ്. റെസൊല്യൂഷൻ ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അവിടുത്തെ മാനേജിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റിയുടെ റെസൊല്യൂഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്ത് എക്സാമിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിനും കോളേജിനുമൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ആ ഒരു പെർമിഷൻ ബാങ്കറിന് കൊടുക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് ഓപ്പറേഷൻ ആണ്. അതിൽ മസ്റ്റ് പ്രൊഡ്യൂസ് ഗ്രാൻഡ് ഓഫ് പ്രൊബേറ്റ് സർട്ടിഫൈഡ് കോപ്പി ഫോർ സ്ക്രൂട്ടനി ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് എക്സിക്യൂട്ടേഴ്സ്. പ്രൊബേറ്റ് സർട്ടിഫൈഡ് കോപ്പി നമ്മൾ ഗ്രാൻഡ്, അതായത് പ്രൊവൈഡ് ചെയ്യണം. കാരണം എക്സിക്യൂട്ടേഴ്സിൻ്റെ നെയിം, അഡ്രസ്, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കോപ്പി നമ്മൾ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഐഡൻറ്റിറ്റി ഓഫ് എക്സിക്യൂട്ടേഴ്സ് ഷുഡ് ബി എൻഷുർഡ്. ആ എക്സിക്യൂട്ടേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി ബാങ്ക് എൻഷുർ ചെയ്യണം. ദെൻ ലിസ്റ്റ് ഓഫ് എക്സിക്യൂട്ടേഴ്സ് നെയിം വിത്ത് സിഗ്നേച്ചർ ആൻഡ് അക്കൗണ്ട് വിൽ ബി ഓപ്പൺഡ് ഇൻ ഒഫീഷ്യൽ കപ്പാസിറ്റി. അതായത് എക്സിക്യൂട്ടേഴ്സിൻ്റെ ആ ഒരു ലിസ്റ്റ്, അവരുടെ സിഗ്നേച്ചർ ഒപ്പമുള്ള ആ ഒരു ലിസ്റ്റ് ഓഫ് എക്സിക്യൂട്ടേഴ്സ് നമ്മൾ അറ്റൈൻ ചെയ്യണം. ദെൻ ആ ഒരു ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ മാത്രമേ, ഓരോരുത്തരുടെ ഒരു കപ്പാസിറ്റിയിൽ മാത്രമേ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുള്ളൂ. ദെൻ എക്സിക്യൂട്ടേഴ്സ് പവർ ടു ഓപ്പൺ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്. എക്സിക്യൂട്ടറിൻ്റെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനുള്ള പവർ കൂടി നമ്മൾ എക്സാമിൻ ചെയ്യണം. നമ്മൾ മീൻസ് ബാങ്ക്. ദെൻ AOF, അതായത് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ആൻഡ് SSC, സോഷ്യൽ സെക്യൂരിറ്റി കാർഡ്സ് അല്ലെങ്കിൽ ഫോട്ടോ പ്രോപ്പർലി ഫിൽഡ് ഇൻ, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഫിൽ ഇൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ നോട്ട് ടു മിക്സ് വിത്ത് പേഴ്സണൽ അക്കൗണ്ട്, ഇതൊന്നും പേഴ്സണൽ അക്കൗണ്ടായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് വേറെ, അവർക്ക് പേഴ്സണൽ അക്കൗണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ. ദെൻ മോഡ് ഓഫ് ഓപ്പറേഷൻ, ജോയിൻ്റ്ലി ഓർ ഓൾ ടു സൈൻ,
മോഡ് ഓഫ് ഓപ്പറേഷൻ നോക്കണം. അത് എല്ലാവരും ജോയിൻ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ എല്ലാവരും സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഇതാണോ എന്നുള്ളത്, എങ്ങനെയാണ് അവർ ഓപ്പറേഷൻ്റെ മോഡ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മീൻസ് ബാങ്ക്. Then after death or retirement or lunacy, new executors will be appointed as per probate. Probate നമ്മൾ നേരത്തെ പറഞ്ഞ probate certified copy എന്ന് പറഞ്ഞല്ലോ, അതനുസരിച്ച് ഡെത്തോ റിട്ടയർമെൻറ്റോ ലുനാസിയോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ എക്സിക്യൂട്ടേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. നമ്മൾ മീൻസ് ബാങ്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എക്സിക്യൂട്ടേഴ്സിൻ്റെ അക്കൗണ്ട് ഓപ്പണിങ്ങും ഓപ്പറേഷനും എങ്ങനെയാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് പീപ്പിളാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. എക്സിക്യൂട്ടേഴ്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഏറെക്കുറെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വരുന്നത്, പക്ഷെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ വിൽ ബി ഒബ്റ്റെയിൻഡ്. ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുണ്ട്, അതിനുള്ളൊരു കഴിവ് റൈറ്റ് ഞങ്ങൾക്കുണ്ട് എന്ന് പറയപ്പെടുന്ന ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ലെറ്റർ, അതിൻ്റെ ഒരു സർട്ടിഫൈഡ് കോപ്പി അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ റിക്വസ്റ്റ് ലെറ്റർ ഫോർ ഓപ്പണിംഗ് എ ബാങ്ക്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കണം. Then account opening and operation as per letter of administration. Administrator can only operate upon the account. അക്കൗണ്ട് ഓപ്പണിങ്ങും ഓപ്പറേഷനും ഒക്കെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെറ്ററിൽ പറഞ്ഞ പോലെ ആയിരിക്കും. ആൻഡ് ദി അഡ്മിനിസ്ട്രേറ്റർ ക്യാൻ ഓൺലി ഓപ്പറേറ്റ് ദി അക്കൗണ്ട്. അഡ്മിനിസ്ട്രേറ്ററിന് മാത്രമേ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ മോഡ് ഓഫ് ഓപ്പറേഷൻ ഷുഡ് ബി ജോയിൻഡ് ഇൻ കേസ് ഓഫ് സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഒരുപാട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോഡ് ഓഫ് ഓപ്പറേഷൻ ജോയിൻ്റ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ AOF, SSC, ഫോട്ടോഗ്രാഫ് എല്ലാം പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവണം. പേഴ്സണൽ അക്കൗണ്ടായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ആൻഡ് ആളുടെ ഒരു പവർ, അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പവർ കനോട്ട് ബി ഡെലിഗേറ്റ് ടു തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിക്ക് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ കൊടുക്കാനായിട്ട് പറ്റില്ല. അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പവർ അഡ്മിനിസ്ട്രേറ്ററിന് മാത്രമേ പറ്റുള്ളൂ. ആളുടെ പവർ ആൾക്ക് വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. Then, when an administrator becomes insolvent or lunatic, his appointment stands terminated. A new administrator is appointed under fresh letter of administration. On the death of the administrator, court will appoint the new one. ഇപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ഇൻസോൾവെൻ്റ് ആവേ, അതായത് പാപ്പരാവുക എന്നുള്ളതാണ് ഇൻസോൾവെൻ്റ് അർത്ഥം. ആൾക്ക് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഇല്ലാതാവുക, ഇൻസോൾവെൻ്റ് ആവുകയോ ലുനാറ്റിക് അൺസൗണ്ട് മൈൻഡ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ അപ്പോയിൻമെൻറ്റ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും, ഇല്ലാതാക്കും. ഇനി പുതിയ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ ഒരു ഫ്രഷ് ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ പെർവ്യൂവിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇൻസോൾവെൻ്റ് ആവുകയും ലുനാറ്റിക് ആവുകയും അല്ലാതെ ആൾ മരിക്കുകയാണ് ഉണ്ടായെന്നുണ്ടെങ്കിൽ കോർട്ട് ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെയും എക്സിക്യൂട്ടേഴ്സിൻ്റെയും അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് ഓപ്പറേഷനിൽ വരുന്ന പോയിൻറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് ക്ലോസിങ് ഓഫ് അക്കൗണ്ട്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 12 സ്ലൈഡ്സിലാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ഓപ്പറേഷൻ ആൻഡ് ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട് പറയുന്നത്. ഒരു 12 സ്ലൈഡ്സിലായിട്ട് ഒരു 12 കാറ്റഗറി ഓഫ് പീപ്പിളിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കി, ഇനി അവരുടെ ക്ലോസിങ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പാണ് ഇതിനെല്ലാത്തിനും കാരണം. ഇവരെല്ലാവരുമായിട്ട് ഒരു ബാങ്കിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് നമ്മൾ അതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഒരു ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പാണ്. കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് മീൻസ് രണ്ടോ അതിൽ കൂടുതലോ പീപ്പിൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുക. ആൻഡ് സോ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇസ് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം, ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഐദർ ബി ഓൺ വോളണ്ടറി ബേസിസ് ഓർ ബി ഓൺ ഇൻവോളണ്ടറി ബേസിസ് ഓർ ബൈ ദി പ്രോസസ് ഓഫ് ലോ. ഒന്നുകിൽ അവർക്ക് സ്വയമായിട്ട് വോളണ്ടറി ആയിട്ട് തോന്നിയതായിരിക്കണം നമുക്ക് നിർത്താം എന്ന്, അല്ലെങ്കിൽ ഒരു ലോ പറയണം അത് നിർത്താം, ഇനി ഇത് വേണ്ട, ഇൻവോളണ്ടറി ആയിട്ട് നമ്മുടെ ഇഷ്ടം കൊണ്ടല്ല ബൈ വേ ഓഫ് ലോ നിർത്തുന്ന റിലേഷൻഷിപ്പ്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലാണ് നമുക്ക് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദീസ് 2 മോഡ്സ് ഓഫ് ടെർമിനേഷൻ ആർ ഡിസ്കസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് ബിലോ. അപ്പോൾ വോളണ്ടറി ടെർമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. The customer has the right to close his demand deposit account because of change of residence or dissatisfaction with the service of the banker or for any other reason, and the banker is bound to comply with his request. The banker also may decide to close an account due to an unsatisfactory conduct of the account holder or because it finds the customer undesirable for certain reasons.
However, a banker can close an account only after giving a reasonable notice to the customer. If a customer directs the banker in writing to close his account, the banker is bound to comply with such direction. The latter need not ask the reason for the former's direction. The account must be closed with immediate effect and the customer be required to return the unused checks. ഇവിടെ പറയുന്നത് വോളണ്ടറി ടെർമിനേഷൻ ആണ്. ഒന്നുകിൽ ബാങ്കിന് സ്വയമായിട്ട് ഈ കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തോന്നാം, അല്ലെങ്കിൽ കസ്റ്റമറിന് സ്വയം ഈ ബാങ്കറായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തോന്നാം. അപ്പോൾ കസ്റ്റമറിന് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എങ്ങനെയാണെങ്കിൽ ആൾക്കാരുടെ റെസിഡൻസ് മാറുകയാണ്, ഈ ഒരു ബാങ്കിൻ്റെ പോവ്യൂവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷനിൽ നിന്ന് ആളുടെ റെസിഡൻസ് ചേഞ്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ ബാങ്കിൻ്റെ സർവീസ് ആയിട്ട് ആൾ ഡിസാറ്റിസ്ഫൈഡ് ആണോ എന്നുണ്ടെങ്കിൽ ആളുടെ വേറെ എന്ത് റീസൺ കൊണ്ടായാലും ആൾക്ക്, അതായത് കസ്റ്റമറിന് ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാം. അങ്ങനെ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ബാങ്കർ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതുപോലെ തിരിച്ച് ബാങ്കറിൻ്റെ സൈഡിൽ ചിന്തിക്കുകയാണെങ്കിലും ബാങ്കറിന് വേണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞത്, ഇനി ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കറിന് വിചാരിക്കാം ഈ കസ്റ്റമർ അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടാണ് ആളുടെ അക്കൗണ്ടിലെ കണ്ടക്റ്റൊക്കെ നടത്തുന്നത്, അതുപോലെ അത്രയും പോരാ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസോൾവെൻ്റ് ആവാൻ റീസൺ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്ത് കാരണം കൊണ്ടെങ്കിലും ബാങ്കർക്ക് വേണമെങ്കിലും ഈ കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബാങ്കറാണ് അവസാനിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് മുൻകൂട്ടി ഒരു നോട്ടീസ് കൊടുക്കണം. അതായത് വി ആർ ഗോയിങ് ടു വാട്ട് ടു സേ ടെർമിനേറ്റ് ദ റിലേഷൻഷിപ്പ് വിത്ത് യു എന്ന് പറഞ്ഞിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ റീസൺ കൊടുക്കാം. അങ്ങനൊരു നോട്ടീസ് മുന്നേ കസ്റ്റമറിന് കൊടുക്കണം. അങ്ങനെ ബാങ്കറിനും ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം. അപ്പോൾ രണ്ട് പേരും അതിനോട് സമ്മതിക്കണം, അതിനോട് വില്ലിങ് ആവണം. ബാങ്കറാണ് പറയുന്നതെങ്കിൽ കസ്റ്റമറും, കസ്റ്റമറാണ് പറയുന്നതെങ്കിൽ ബാങ്കറും ആ ഒരു തീരുമാനത്തിനോട് യോജിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വോളണ്ടറി ടെർമിനേഷന് പറയുക, സ്വയം തോന്നി വേണ്ടാന്ന് വെക്കുന്ന ടെർമിനേഷൻ. ഇനി അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. മാത്രമല്ല യൂസ് ചെയ്യാത്ത ചെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അത് ബാങ്കിന് തിരികെ ഏൽപ്പിക്കണം, സറണ്ടർ ചെയ്യും വേണം. അപ്പോൾ ഇങ്ങനെയാണ് വോളണ്ടറി ടെർമിനേഷൻ പറയുക. സ്വയം തോന്നി ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇത്ര നേരം നമ്മൾ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ എങ്ങനെയാണെന്ന് നോക്കിയത്. ഇനി നമ്മൾ ഇൻവോളണ്ടറി ടെർമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കണോ, അതായത് ടെർമിനേഷൻ ബൈ ലോ. ഈ ഫോളോയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻവോളണ്ടറി ടെർമിനേഷൻ അല്ലെങ്കിൽ ലോ ആയിട്ട് ലീഗൽ മൂവ്മെൻറ്റോട് കൂടിയിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുക. ഒന്നാമത്തെ ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് എ കസ്റ്റമർ മരിക്കുകയാണെങ്കിലാണ് ആദ്യത്തെ റീസൺ കൊണ്ട് നമ്മൾ വേണ്ടാന്ന് വയ്ക്കുക. ഓൺ റിസീവിംഗ് നോട്ടീസ് ഓർ ഇൻഫർമേഷൻ ഓഫ് ദി ഡെത്ത് ഓഫ് എ കസ്റ്റമർ, ദ ബാങ്ക് സ്റ്റോപ്സ് ഓൾ ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് ഇൻ ദി അക്കൗണ്ട്. However, credits to the account can be permitted. The balance in the account is given to the legal representative of the deceased after obtaining the letter of administration or succession certificate, etc. and then only the account is closed. അപ്പോൾ കസ്റ്റമർ മരിച്ചു പോവാനുണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്നും ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് ഒന്നും പോസിബിൾ അല്ല. ഡെബിറ്റ് ട്രാൻസാക്ഷൻ മീൻസ് അതിൽ നിന്നും നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യുക എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും പോസിബിൾ അല്ല. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് പോസിബിൾ ആണ്. അതായത് അതിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന, ക്യാഷ് ഇങ്ങോട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് സമ്മതിക്കും, ക്യാഷ് അങ്ങോട്ട് പോകുന്ന ട്രാൻസാക്ഷൻസ് സമ്മതിക്കില്ല. മാത്രമല്ല ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരാണോ, ആ ഡിസീസ്ഡ് ആയിട്ടുള്ള, അതായത് മരിച്ചുപോയ പേഴ്സൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരാണോ, ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷനോ സക്സഷൻ സർട്ടിഫിക്കറ്റോ ഒക്കെ കൊണ്ടുവന്ന് ആരാണോ വരുന്നത്, ആൾക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ആ അക്കൗണ്ടിലെ ബാലൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീഗൽ ആസ്പെക്ട്സോടുകൂടി അവിടെ നിന്നു, സ്റ്റോപ്പായി. ഇനി സെക്കൻഡ് ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്രപ്സി ഓഫ് ദി കസ്റ്റമർ. ബാങ്ക്രപ്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസോൾവെൻ്റ് ആയി പോവുക, പാപ്പരാവുക, അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി മുഴുവനായിട്ട് പോവുക, അങ്ങനെയുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ an individual customer may be declared bankrupt or a company എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാണ്, അവസാനിപ്പിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമർ ബാങ്ക്രപ്റ്റ് ആയി എന്നുണ്ടെങ്കിൽ അത്തരം ഒരു ഇവൻറ്റിൽ the balance is given to the receiver or liquidator or the official assignee and the account is closed hereafter.
അതായത് കസ്റ്റമറിൻ്റെ ഇൻഡിവിജ്വൽ കസ്റ്റമറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരാണോ, അല്ലെങ്കിൽ സക്സഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്ന് ആളുടെ നോമിനി അല്ലെങ്കിൽ ആർക്കാണോ കൊടുക്കാൻ അധികാരപ്പെട്ടത് ആൾക്ക് കൊടുക്കും. കമ്പനിയുടെ കാര്യമാണെങ്കിൽ കമ്പനിയുടെ ലിക്വിഡേറ്ററിനോ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനിക്കായിരിക്കും ആ ഒരു കമ്പനിയുടെ ബാലൻസ് കൊടുക്കുക. അപ്പോൾ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷനോ സക്സഷൻ സർട്ടിഫിക്കറ്റോ കൊണ്ടുവരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കും. കമ്പനിയുടെ കാര്യത്തിലാണെങ്കിൽ കമ്പനിയുടെ ലിക്വിഡേറ്റർ ആയിരിക്കും അതിന് റെസ്പോൺസിബിൾ ആയിട്ട് വരിക. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് 2C എന്ന് പറയുന്നത് ഇൻസാനിറ്റി ഓഫ് ദി കസ്റ്റമർ. ഇൻസാനിറ്റി മീൻസ് നിങ്ങൾക്കറിയാം അൺസൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡർ, ഡിസബിലിറ്റി, ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ള ആളെയാണ് ഇൻസാനിറ്റി എന്ന് പറയുക. സോ സിൻസ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇസ് കോൺട്രാക്ച്വൽ, ദ ബാങ്ക് വിൽ നോട്ട് ഓണർ ചെക്സ് and can close the account after receiving notice about the insanity of the customer and receiving a confirmation about it through medical reports. നമ്മൾ ഇൻസാനിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അത് ക്ലോസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ചെക്സ് ഒന്നും ഓണർ ചെയ്യാൻ, അതായത് എക്സിസ്റ്റിംഗ് കസ്റ്റമർ ഇൻസൈൻ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾ ഇഷ്യൂ ചെയ്യുന്ന ചെക്സ് ഒന്നും ഓണർ ചെയ്യില്ല. ആ അക്കൗണ്ട് ഉടനെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യും. ഇൻസാനിറ്റി എന്ന് വെറുതെ ഒരാൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല. മെഡിക്കൽ റിപ്പോർട്ട്സ് അത് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആൾ ഇൻസൈൻ ആണെന്ന് ഉറപ്പാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബാങ്ക് കണ്ടിന്യൂ ചെയ്യില്ല. ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടും ആ അക്കൗണ്ടിലെ ഓപ്പറേഷൻസ് നിർത്തിവെക്കും. അതുപോലെ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ അവിടെ നിന്നുള്ള ഓപ്പറേഷൻസ് ഒന്നും പോസിബിൾ അല്ല. സോ ഇത്രയുമാണ് നമ്മുടെ ഓപ്പണിംഗ്, ഓപ്പറേഷൻ ആൻഡ് ക്ലോസിങ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ പറയുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ വളരെ ഈസിയാണ്. ഒന്ന് വായിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. ഈസിയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു.